ഈ സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പായ അറേസ് ആണ്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള പ്രൈമറി ഡാറ്റ ടൈപ്പുകളായ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഇവയ്ക്കൊക്കെ അറ്റ് എ ടൈം ഓൺലി വൺ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എ ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ എ എന്ന് പറയുന്ന വേരിയബിളിന് 1 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഒരു വാല്യൂ മാത്രം സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസോ അല്ലെങ്കിൽ കണ്ടീഷൻസോ ഒന്നും ആയിരിക്കില്ല വരിക. അത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അറേസ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ സാധാരണയുള്ള ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ എ ബി സി അങ്ങനെ ഒരു 20 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ വേരിയബിളിലേക്കും ഓരോ സ്കോർ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടി വരിക. അത് വളരെ ലെങ്തി ആയിരിക്കും. എന്നാൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വേരിയബിൾ നെയിമിലേക്ക് ഈ 20 ഡാറ്റാസും നമുക്ക് സ്റ്റോർ ചെയ്യാം. അറേ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ an array is a fixed size sequenced collection of elements of the same data type. അതായത് രണ്ട് കണ്ടീഷനുകളാണ് ഈ ഡെഫിനിഷനിൽ മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, അറേ ഫിക്സ്ഡ് സൈസ് ആയിരിക്കണം. വേറൊന്ന്, അറേയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻസും സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിൻടാക്സ് ഇതാണ്: ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ദെൻ അറേ സൈസ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും എന്ത് ടൈപ്പാണെന്ന് പറയുന്നു. ഡാറ്റ ടൈപ്പ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലോട്ട്. ഒരൊറ്റ ഡാറ്റ ടൈപ്പ് മാത്രമേ നമുക്ക് ആ അറേയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു അറേയിൽ കുറേ ഇൻറ്റീജർ നമ്പേഴ്സും കുറേ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ ഒരു അറേയാണ്. സോ വി യൂസ് ദ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട്. ദെൻ അറേയുടെ നെയിം ഒരു വേരിയബിളായിട്ട് കൊടുത്തിരിക്കുന്നു, സ്റ്റുഡ് ഹൈറ്റ്. ദെൻ അറേയുടെ സൈസ്, അതായത് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് അറേ, അത് 50 കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഡിക്ലറേഷൻ പാർട്ടിൻ്റെ മീനിങ്. വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് സ്റ്റോർ 5 നമ്പേഴ്സ് ഇൻ ആൻ അറേ. ഡിക്ലറേഷൻ പാർട്ട് മാത്രം നമ്മൾ പറയുന്നത് 5 നമ്പേഴ്സ് ഉള്ള ഒരു അറേയുടെ റെപ്രസെൻറ്റേഷൻ. സോ ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തു. ദെൻ അറേയുടെ നെയിം, ദെൻ അറേയുടെ സൈസ്. അറേയിലെ ഓരോ എലമെൻറ്റിനെയും നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 5 നമ്പറുള്ള ഒരു അറേയിലെ എലമെൻസിൻ്റെ പൊസിഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്, സെക്കൻഡ് എലമെൻറ്റ് ഏതാണ്, അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അത് മെമ്മറി ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ആ മെമ്മറി ലൊക്കേഷൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഇൻഡെക്സ് എന്ന് യൂസ് ചെയ്തിട്ടാണ്. എ ഓഫ് 5 എന്ന് പറയുന്ന അറേയുടെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എ ഓഫ് 0, എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4 ആണ്. അതായത് അതിൻ്റെ റേഞ്ച് 0 to n-1 ആയിരിക്കും. n എലമെൻറ്റ്സ് ഇൻ ആൻ അറേ, ദ റേഞ്ച് ഫ്രം 0 to n-1. n എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ റേഞ്ച് 0 മുതൽ n-1 വരെ ആയിരിക്കും. 0 മുതൽ n-1 എന്ന് പറയുന്നത് 5 - 1, സോ 4 വരെ ആയിരിക്കും. Then we can discuss the initialization of an array. ഒരു അറേ നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ ഇനീഷ്യലൈസേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം. ഇൻറ്റ് എ ഓഫ് 5, ഇതാണ് ഡിക്ലറേഷൻ പാർട്ട്. ദെൻ ഈക്വൽ ടു സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ അറേയിലെ എലമെൻറ്റ്സിനെ കൊമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നു. ഇനീഷ്യലൈസേഷൻ 2 തരത്തിലുണ്ട്. അത് നമുക്ക് പിന്നീടുള്ള സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇനീഷ്യലൈസേഷൻ ഇവിടെ കഴിഞ്ഞാൽ, അതായത് അറേയിലുള്ള എലമെൻറ്റ്സിനെ നമ്മളിവിടെ ഡിക്ലറേഷൻ പാർട്ടിൽ തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ഓഫ് 0 അറേയിലെ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ 0 ആയിട്ടുള്ള എലമെൻ്റാണ് ഫസ്റ്റ് എലമെൻറ്റ് 10. ദെൻ എ ഓഫ് 1 ഇൻഡെക്സ് നമ്പർ ഉള്ളത്, അതായത് മെമ്മറി ലൊക്കേഷനിലെ സെക്കൻഡ് പൊസിഷൻ, ദാറ്റ്സ് ദ എ ഓഫ് 1, സെക്കൻഡ് എലമെൻ്റാണ് 12. ദെൻ എ ഓഫ് 2 ഇൻഡെക്സ് നമ്പർ ഉള്ളതാണ് നെക്സ്റ്റ് എലമെൻറ്റ് 8. ദെൻ എ ഓഫ് 3 4, ദ ലാസ്റ്റ് വൺ എ ഓഫ് 4 6. ഈ ഓർഡറിലായിരിക്കും അറേയിൽ എലമെൻറ്റ്സ് ഇൻസെർട്ട് ആവുന്നത്.
Then we can discuss the types of array. 3 types ആണ് array ഉള്ളത്. 1-dimensional array, 2-dimensional array and multi-dimensional array. 1-dimensional arrayയുടെ definition എന്ന് പറയുന്നത് a list of items can be given one variable name using only one index and such a variable is called one-dimensional array. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയിൽ ഒരൊറ്റ വേരിയബിൾ നെയിമും ഓൺലി വൺ ഇൻഡെക്സും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ 1-dimensional array എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇൻറ്റ് എ ഓഫ് 5, അതായത് 5 നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്ന അറേ 1-dimensional arrayക്ക് എക്സാമ്പിളാണ്. അതിൽ ഒരു ഇൻഡെക്സ് നമ്പർ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ അറേയുടെ നെയിം ഒരു സിമ്പിൾ വേരിയബിൾ നെയിമുമാണ് കൊടുത്തിരിക്കുന്നത്. 1-dimensional arrayയുടെ സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ദെൻ സൈസ്. ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേയുടെ സൈസാണ്, അറേയുടെ നെയിമാണ്. അറേയുടെ നെയിം ഇവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അറേയുടെ സൈസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് 5 എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 5 എന്ന് കൊടുത്തു. മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. 1-dimensional array ഇനീഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞു 2 types ആണ് ഇനീഷ്യലൈസേഷൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ റൺ ടൈം ഇനീഷ്യലൈസേഷൻ. കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ വാല്യൂസിനെ, അതായത് നമ്മൾ എന്ത് വാല്യൂസിനെയാണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വാല്യൂസിനെ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ തന്നെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. കീബോർഡ് വഴി യൂസർ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അത്തരം ഇനീഷ്യലൈസേഷനെയാണ് കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. റൺ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കില്ല. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂസർ കീബോർഡിലൂടെ വാല്യൂസിനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷനെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് 5 നമ്പേഴ്സുള്ള ഒരു അറേയുടെ സ്റ്റോറിങ്. ഫസ്റ്റ് വി റൈറ്റ് ദ ഹെഡർ ഫയൽസ്, ദെൻ മെയിൻ ഫങ്ഷൻ, ദെൻ അറേ ഡിക്ലറേഷൻ. ഇൻറ്റീജേഴ്സ് ആണ്, സോ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, ദെൻ അറേ നെയിം എ. അറേയുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 5 ആണ്. സോ സ്ക്വയർ ബ്രാക്കറ്റിൽ അറേയുടെ മാക്സിമം സൈസ് എഴുതി 5 എഴുതി, ഇൻറ്റ് എ ഓഫ് 5. ഡിക്ലറേഷൻ പാർട്ടിൽ തന്നെ നമ്മളിനി ഇനീഷ്യലൈസേഷൻ ചെയ്യാണ്. 5 എലമെൻറ്റ്സ് ആണ് അറേയിലുള്ളത്. ആ 5 എലമെൻറ്റ്സിനെ സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്തു. 2, 4, 6, 8, 10. ഇനീഷ്യലൈസിങ് ദ വാല്യൂസ് ഇൻ പ്രോഗ്രാം ഇറ്റ് സെൽഫ്, നോട്ട് എൻട്രിങ് ഫ്രം ദ കീബോർഡ്. ഇതിനെയാണ് കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ അറേനെ അല്ലെങ്കിൽ ഈ വാല്യൂസിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം, അറേ ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. സോ വി യൂസ് ദ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതാണ് പ്രിൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് അറേ ആർ. ഫോർ ലൂപ്പിൽ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. അതായത് നമ്മുടെ അറേയുടെ മെമ്മറി ലൊക്കേഷൻ ഫസ്റ്റ് പൊസിഷൻ, മെമ്മറി ലൊക്കേഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും 2, ദെൻ എ ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിൽ സെക്കൻഡ് എലമെൻറ്റ് 4. അങ്ങനെയായിരിക്കും ഇത് സ്റ്റോർ ആവുന്നത് നേരത്തെ പറഞ്ഞു. സോ അതിന് വേണ്ടി നമ്മൾ ഫോർ ലൂപ്പിൽ ഐക്ക് 0 വാല്യൂ ഇൻപുട്ട് ചെയ്തു. %d എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്, ഇൻറ്റീജറിന് വേണ്ടി കൊടുക്കുന്നു. സോ എ ഓഫ് 0 ആയിരിക്കും ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യുക. എ ഓഫ് 0 എന്ന് പറയുന്നത് നമ്മുടെ അറേയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് 2. ദെൻ ഐ പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റ് ചെയ്യും, 0 ഒരു +1 ആവും. സോ 1 ആയിരിക്കും, ഐ ഈക്വൽ ടു 1 ആവുന്നു. ഐ ഈക്വൽ ടു 1നെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എ ഓഫ് 1 എന്ന് പറയുന്ന എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നു. എ ഓഫ് 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ളത് 4 ആണ്. സോ നെക്സ്റ്റ് എലമെൻറ്റ് 4 ആയിട്ട് പ്രിൻറ്റ് ചെയ്യും. ദെൻ വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യും, ഐയുടെ വാല്യൂ 2 ആവും. സോ എ ഓഫ് 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിലുള്ളത് 6 എന്ന് പറയുന്ന എലമെൻ്റാണ്, 6 പ്രിൻ്റ് ആവും. അങ്ങനെ നമ്മുടെ ലൂപ്പ് ഐ ലെസ് ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ, അതായത് എ ഓഫ് 4 വരെ ലൂപ്പ് വർക്ക് ചെയ്യും.
ഫോർത്ത് പൊസിഷൻ കഴിയുമ്പോൾ എ ഓഫ് 4 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിൽ നിന്ന് 5ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൂപ്പ് ബ്രേക്കായി പുറത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് അറേ ആർ 2, 4, 6, 8, 10. എ ഓഫ് 4 വരെയുള്ള എല്ലാ എലമെൻറ്റ്സും പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ റൺ ടൈം ഇനീഷ്യലൈസേഷൻ. ഹെഡർ ഫയൽസ് യൂസ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ, ദെൻ ഡിക്ലറേഷൻ പാർട്ട് ഇൻറ്റ് എ ഓഫ് 5. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നില്ല. So we call this type of initialization is runtime initialization. Then for loop നമുക്ക് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾ ഐ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. റൺ ടൈം ഇനീഷ്യലൈസേഷനിൽ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് യൂസർ ആയിരിക്കും ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അരയിലേക്ക് വേണ്ട എലമെൻറ്റ്സിന്. അതിനു വേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് വേണം. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. സ്റ്റോറിങ് ഓർ അസൈനിങ് വാല്യൂസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ. ഒരു അറേയിലേക്ക് വേണ്ട വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നു. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഫോർ ലൂപ്പാണത്. സോ സ്കാൻഎഫ് %d ആംപർസൻഡ് എ ഓഫ് ഐ. അറേയിലെ വാല്യൂസിനെ 5 എലമെൻറ്റ്സിനെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് അറേ ആർ. ഫോർ ലൂപ്പിൽ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. ഈ ഫോർ ലൂപ്പ് നമ്മുടെ അരയിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ വി യൂസ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5 ആൻഡ് ഐ പ്ലസ് പ്ലസ്. വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. നമ്മൾ കൊടുത്ത വാല്യൂസിനെ ഓരോന്നോരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. ദാറ്റ്സ് എ ഓഫ് ഐ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. എൻ്റെ 5 എലമെൻറ്റ്സ് കീബോർഡിലൂടെ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. 2, 4, 6, 8, 10 എന്നുള്ളത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. ദെൻ വി ക്യാൻ get the output elements of array are 2, 4, 6, 8, 10. Next we can discuss the two-dimensional array. Two-dimensional array define ചെയ്യുകയാണെങ്കിൽ these types of arrays are used in situations where a table of values have to be stored or in matrices application. അതായത് ടേബിൾ ഓഫ് വാല്യൂസ്, റോസും കോളംസും വേണ്ടി വരുന്ന കണ്ടീഷൻസ്. ഇനി അതും അല്ലെങ്കിൽ മെട്രിക്സസ് അപ്ലിക്കേഷൻ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള മെട്രിക്സിൻ്റെ സെയിം കണ്ടീഷൻസ് തന്നെയാണ് 2 ഡയമെൻഷണൽ അറേയിൽ യൂസ് ചെയ്യുന്നത്. അതായത് റോയും കോളവും ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റേനെ ഇൻസെർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ദെൻ റോ സൈസ് ആൻഡ് കോളം സൈസ്. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ ഒറ്റ വേരിയബിൾ നെയിം തന്നെയായിരിക്കും. അതായത് അറേയുടെ നെയിം ഒന്നായിരിക്കും. ദെൻ റോ സൈസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സും ഉണ്ടായിരിക്കും, കോളം സൈസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സും ഉണ്ടായിരിക്കും. അങ്ങനെ 2 ഇൻഡെക്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറയാം. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, അറേയുടെ നെയിം എ, റോ സൈസ് 5 ആൻഡ് കോളം സൈസ് 5. 5 റോയും 5 കോളവും ഉള്ള ഒരു അറേയുടെ ഡിക്ലറേഷൻ പാർട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ മൊത്തം എലമെൻറ്റ്സ്, ഒരു അറേയിലുള്ള എലമെൻറ്റ്സ് എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റോ സൈസ് ഇൻറ്റു കോളം സൈസ് കാണുകയാണെന്നുണ്ടെങ്കിൽ 5 × 5 25 എലമെൻറ്റ്സ് ആ അറേയിലുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ട സെയിം എക്സാമ്പിൾ തന്നെ 2 ഡയമെൻഷണൽ അറേയിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. 1 ഡയമെൻഷണൽ അറേയിലെ പോലെ തന്നെ ഇനീഷ്യലൈസേഷൻ, കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷനും റൺ ടൈം ഇനീഷ്യലൈസേഷനും 2 ഡയമെൻഷണൽ അറേയിലും ഉണ്ട്. ഇവിടെ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അറേയിലേക്ക് ഇൻറ്റീജർ വാല്യൂസിനെ ഇൻസെർട്ട് ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഹെഡർ ഫയൽസ് യൂസ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ, ദെൻ അറേ ഡിക്ലറേഷൻ. ഇൻറ്റ് അറേയുടെ നെയിം എ. ഒരു വ്യത്യാസമുള്ളത് 2 ഇൻഡെക്സുകളുണ്ട്, 3 റോസും 3 കോളംസും ഉണ്ട്. സോ വി യൂസ് ദ 2 ഇൻഡെക്സസ്, എ ഓഫ് 3 ദെൻ 3. 3 × 3 9 എലമെൻറ്റ്സ് അറേയിലുണ്ടാവും. നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിൽ തന്നെ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു. അത് കാരണം 9 എലമെൻറ്റ്സിനെ അവിടെ തന്നെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 3 റോസും 3 കോളംസും ആണ്. 0, 1, 2, 0, 1, 2. അപ്പോൾ 0, 0 അങ്ങനെയായിരിക്കും നമ്മൾ ലൊക്കേഷൻ നോക്കുക. നമ്മുടെ മെട്രിക്സ് പോലെ തന്നെ 0, 1, 0, 2 അങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക. ഇനി റോയുണ്ട് കോളം ഉണ്ട്. ആ 2 എണ്ണത്തിനെയും നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊണ്ടിരണം.
സോ 2 വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, 2 ഫോർ ലൂപ്പ് ആവശ്യമുണ്ട്. I, J എന്ന 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. പ്രിൻ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് അറേ ആർ. ഓൾറെഡി എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുത്ത ആ അറേയിലെ വാല്യൂസിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൽ I = 0, I <3, I++. ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A00 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും വരിക 2. ദെൻ A01 നെക്സ്റ്റ് എലമെൻറ്റ് 4 ആയിരിക്കും വരിക. ദെൻ 02 അടുത്ത എലമെൻറ്റ് 6. ദെൻ 10 നെക്സ്റ്റ് എലമെൻറ്റ് 8. ദെൻ 11 നെക്സ്റ്റ് എലമെൻറ്റ് 10. അങ്ങനെ 2 വരെ ലാസ്റ്റ് എലമെൻറ്റ് 18 വരെ മെമ്മറി ലൊക്കേഷനാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് പ്രിൻ്റായി വരിക. സോ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 2, 4, 6, 8, 10, 12, 14, 16, 18 എന്നായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. അതിൻ്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ദെൻ എത്രയാണോ മൾട്ടി ഡയമെൻഷൻസ് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കും. S1, S2, Sn വരെ. അതായത് 2 ഡയമെൻഷണൽ അറേയുടെ ഒരു വലിയ രൂപം എന്ന് വേണമെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അറേനെ പറയാം. അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നതാണ്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് കൊടുത്തു, അറേ നെയിമായിട്ട് ടേബിൾ കൊടുത്തു, ദെൻ 3 ഡയമെൻഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റോസും കോളംസും ഒരുപാട് നമുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഇനീഷ്യലൈസേഷനും അതിൻ്റെ ചെയ്യുന്ന മെത്തേഡും എല്ലാം 1 ഡയമെൻഷണൽ അറേ പോലെ തന്നെയും 2 ഡയമെൻഷണൽ അറേ പോലെ തന്നെയും